Hello, ladies and gentlemen, Kingdom of Planet of the Apes. Kingdom അത് തന്നെ. ഇത് മറ്റത് 3 പടം എടുത്തിരിക്കുന്നത് 3 സിനിമ എടുത്തിരിക്കുന്നത് നമ്മുടെ ബാറ്റ്മാൻ ഡയറക്റ്റ് ചെയ്ത മാറ്റ് റീവ്സ് ആണ്. അല്ലെങ്കിൽ ബാറ്റ്മാൻ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്തിനാവട്ടെ, മാറ്റ് റീവ്സ് ആണ് ഈ സിനിമയുടെ കഴിഞ്ഞ 3 പടം എടുത്തത്. അതിൽ സീസർ ആയിരുന്നു മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് എങ്കിൽ ഈ പടത്തിൽ കിളിയല്ല പരന്തിനെ വളർത്തുന്ന കുരങ്ങന്മാരായ ഒരു 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 ക്ലാനിനെ പറ്റിയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അവര് ഒരു പാവ പരന്ത് പോയി ഇടണ മുട്ടേനെ അഴിച്ചോണ്ട് വന്നിട്ട് അവര് വിരിയിപ്പിച്ചിട്ട് അതിനെ ഇണക്കും. അല്ല, ബെസ്റ്റ് ഹോബിയാണ് ആ കുരങ്ങന്മാർക്ക്. അപ്പോൾ നിങ്ങൾ ഈ സിനിമയിൽ സീസറിനെ കാണില്ല. സീസർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഐഡിയോളജീസിനെ റോങ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുരങ്ങന്മാരെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് മറ്റേ താക്ക് മിസൈലൊക്കെ വേണം എന്നുള്ളൊരു ചിന്തയിലാണ്. ആൻഡ് ഏപ്സ് ടുഗെദർ സ്ട്രോങ് എന്നുള്ള അത് മാത്രം അങ്ങേര് പറയണത് അങ്ങനെയല്ല. അയാൾ വേറൊരു മൈൻഡിലുള്ള മനുഷ്യനാണ് ഈ സീസർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നല്ല ഒരുത്തനായിരുന്നു, അങ്ങേര് മരിച്ചു. അപ്പോൾ അതിന് അങ്ങേര് ചെയ്ത ടീച്ചിങ് ഒക്കെ വെറും വയലൻസ് ആണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ കുരങ്ങന്മാരും അതിൻ്റെ ഇടയിൽ ഒരു കിങ്ങും അങ്ങനെയൊക്കെ ഒരു സാധനമാണ്. അപ്പോൾ ഈ പരന്തിനെ എടുത്ത് വളർത്തുന്ന കുരങ്ങന്മാരുണ്ട്, അത് കൂടുതലാണ്. അത് അവർ നൈസായിട്ടുണ്ട്. അവരെയൊക്കെ ഒരു നോവ എന്ന് പറയുന്ന ഒരു അങ്ങനെയല്ലേ കുരങ്ങിൻ്റെ പേര്, അങ്ങനെ എന്തിനാണ് ഈ ഇത് ഡയറക്റ്റ് ചെയ്തേക്കണമായിരുന്നു അറിയോ? നമ്മളെ മറ്റേ ഹങ്കർ ഗെയിംസാ അത് ഡയറക്റ്റ് ചെയ്ത മനുഷ്യനാണ്, വെസ്ബാൾ എന്ന് പറഞ്ഞ നല്ല പേരല്ലേ, വെസ്ബാൾ. അണ്ണനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസർ നമ്മുടെ 20th Century Foxൻ്റെ ആണ് കേട്ടോ സ്റ്റുഡിയോ. സിനിമാറ്റോഗ്രഫി ഗ്യുല പഡോസ്, നല്ല സിനിമാറ്റോഗ്രഫി ആയിരുന്നു. എഡിറ്റഡ് ബൈ ഡാൻ സിമ്മർമാൻ, അടിപൊളിയായിരുന്നു. ജോൺ പിയാസാനോ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, വേറെ ലെവൽ മ്യൂസിക് ആയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, എനിക്ക് വായിക്കണം ഇങ്ങനെയൊക്കെയാണ്, എന്നെ കാണിച്ചു തരാം. ഇനി വായിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഇങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചുമ്മാ ഇങ്ങനെ കുരങ്ങന്മാരെയൊക്കെ ഇഷ്ടമാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് പക്ഷേ മാറ്റ് റീവ്സിൻ്റെ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് തോന്നി. ഇത് കുഴപ്പമില്ല, ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്തിനൊക്കെ ഒരു കുറേ കുരങ്ങന്മാർ എടുത്തുകൊണ്ട് പോകുന്നു. ആ കുരങ്ങന്മാർ തിരിച്ച് വിളിക്കാൻ വേണ്ടി വരണത് അച്ഛൻ പാസവും അമ്മ പാസവും. എൻ്റെ ഇടയിൽ ഒരു ഹ്യൂമൻ ക്യാരക്ടർ, അയ്യോ കൂറ ക്യാരക്ടറുടെ ഹ്യൂമൻ ക്യാരക്ടർ. അവളെ വേറെ ചൊറി ഡയലോഗ്, സെൽഫിഷ് പ്രാക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വന്ന കുരങ്ങൻ്റെ അടുത്ത് അവസാനം ഡയലോഗ് അടിക്കും, ഇതെൻ്റെ വേൾഡാണെന്ന്. അവളെ തലയിൽ കൂടെ മറ്റേ ചൂട് ചായ എടുത്ത് ഒഴിക്കാനാണ് തോന്നിയത്. ആര് പറഞ്ഞ് മനുഷ്യരെയാണെന്ന് ഈ ലോകം? അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ ആരും വെക്കണ്ട. നമുക്ക് എല്ലാവർക്കും ഈക്വലി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഉണ്ടാക്കിയിട്ടേക്കണത്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു കുരങ്ങൻ്റെ സിനിമയിൽ ആൾക്കാരെ അടുത്ത് എനിക്കൊരു ചെറിയൊരു വെറുപ്പൊക്കെ തോന്നിയത്. വെറും സെൽഫിഷ് ആയിട്ടുള്ളൊരു കൂറ ക്യാരക്ടർ, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ആ ക്ലാനിനെ മൊത്തം ഇവള് കൊന്നേനെ, പാരട്ട കൂറ. അവസാനമൊക്കെ നൈസാണ്. ഇതിൻ്റെ തേർഡ് ആക്ട് അടിപൊളിയാണ്. ഫസ്റ്റ് ആക്ടും സെക്കൻഡ് ആക്ടൊക്കെ ഇത്തിരി, പക്ഷെ തേർഡ് ആക്ട് അടിപൊളിയാണ്. ആ ഫൈറ്റും ബഹളവും വെള്ളവും മുങ്ങിജാവലും കഴുകനും ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്കത് പടത്തിൽ ആ ഡയലോഗ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഒട്ടും തേച്ചില്ല. എന്നിട്ട് അവളെ പറ്റാ ചെറുക്കനെ വെടിവെക്കാനൊക്കെ, എനിക്കാണെങ്കിൽ വന്ന കലിയുണ്ടല്ലോ. അവളല്ലേ അവനെ വെടിവെച്ചിരുന്ന എൻ്റെ സ്വഭാവം അറിയാൻ. എന്തിനാണെങ്കിലും കുഴപ്പമില്ല, ചുമ്മാ കണ്ടിരിക്കാൻ കേട്ടോ. ഭയങ്കര പടമൊന്നുമല്ല, ചുമ്മാ ഒരു കുരങ്ങന്മാരെയൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും ഓടണതും കുതിരപ്പുറത്ത് പോകണമൊക്കെ കാണാം. അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സിൻ്റെ ഫാൻസ് പോലും ഇത് ഭയങ്കരമെന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഞാൻ ഒരു വലിയ ഫാൻ അല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ഈ സിനിമയുടെ ഫാനാണ്. ഇതൊക്കെ പണ്ട് ബുക്ക് ബേസ്ഡൊക്കെ ആണെന്നാണ് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത്. അത് പണ്ടത്തെ 90s എന്തോ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ആ പടമൊന്നും കണ്ടിട്ടില്ല. ഞാൻ മറ്റേ ഈ നമ്മുടെ മാർക്ക് വാൾബർഗ് അഭിനയിച്ച പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് കണ്ടിട്ടുണ്ട്, നല്ല കോമഡിയാണ് കേട്ടോ. അത് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു പോകണം കേട്ടോ. പക്ഷേ മാറ്റ് റീവ്സിൻ്റെ സാധനം അടിപൊളിയാണ്, അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പോരാ. പക്ഷേ ചുമ്മാ കണ്ടോണ്ടിരിക്കാം. കുരങ്ങന്മാർ, ഒറങ്കുട്ടാൻ, ഈഗിൾസിനെ അങ്ങനെ ഒരു പടം.